പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ശുഭമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരല്പ നിമിഷം ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ 3-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിന്റെ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 3-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവന് ദൈവത്തെങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ദാവീദ് പറയുകയാണ്, തന്നെക്കുറിച്ച് പല ആളുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം, അവന് ദൈവത്തെങ്കിൽ നിന്ന് പോലും രക്ഷയില്ല. ദാവീദ് പറയുന്നു, ഇത് എന്നെക്കുറിച്ച് പലരും പറയുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. പല ആളുകളും നമ്മളെക്കുറിച്ച് പലതും പറയുന്നു. സ്തോത്രം. അത് നമ്മളെ മാനസികമായി തളർത്തുകയും മെന്റലി വല്ലാതെ അസ്വസ്ഥമാക്കുന്നൊരു വിഷയമാണ്. മറ്റുള്ള ആളുകൾ നമ്മെക്കുറിച്ച് പലതും പറയുന്നത്. സ്തോത്രം. എന്നാൽ ദാവീദ് പറയുന്നു, ഇവിടെ മനുഷ്യൻ തന്നെക്കുറിച്ച് ഒരഭിപ്രായം പറയുകയാണ്. അഭിപ്രായം ഇങ്ങനെയാണ്, അവന്റെ ദൈവത്തെങ്കിൽ നിന്ന് പോലും രക്ഷയില്ല. ഇതെപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത്? സ്തോത്രം. ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന് സിംഹാസനവും കിരീടവും ചെങ്കോലും ഒക്കെ വിട്ട് മകനായ അബ്ശാലോമിനെ ഭയപ്പെട്ട് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു. സ്തോത്രം. ഈ അവസ്ഥ വന്നപ്പോൾ തന്റെ ചുറ്റുമുള്ള ആളുകൾ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അവന് സിംഹാസനം നഷ്ടപ്പെടാൻ കാരണം, രാജാവായ പദവി നഷ്ടപ്പെടാൻ കാരണം, ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ടു പോകാൻ കാരണം അവന് ദൈവത്തെങ്കിൽ നിന്ന് പോലും ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങളുടെ ഒരു കഷ്ടകാലം വരുമ്പോൾ, നിങ്ങൾക്കൊരു ഞെരുക്കം വരുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നിങ്ങളെ നോക്കി ഇങ്ങനെ നിരവധി അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. സ്തോത്രം. എന്നാൽ മനുഷ്യന്റെ അഭിപ്രായവും ദൈവത്തിന്റെ അഭിപ്രായവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? സ്തോത്രം. മനുഷ്യൻ തന്നെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് ഇവിടെ ദാവീദ് പറഞ്ഞത്, അവന്റെ ദൈവത്തെങ്കിൽ നിന്ന് പോലും രക്ഷയില്ല എന്നുള്ളത്. എന്നാൽ ദൈവം എന്താണ് ദാവീദിനോട് പറഞ്ഞത്? അതാണ് 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദേ, ഞാൻ നിന്റെ മഹത്വവും ഞാൻ നിന്റെ പരിചയം ഞാൻ നിന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സ്തോത്രം. മനുഷ്യൻ പറയുന്നു അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന്. ദൈവം ദാവീദിനോട് പറയുന്നു, ഞാൻ നിന്റെ മഹത്വമാണ്, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ തല ഉയർത്തുന്നവനാണ്. സ്തോത്രം. പ്രിയരെ, മനുഷ്യന്റെ അഭിപ്രായമല്ല നമുക്ക് പ്രധാനം, ദൈവത്തിന്റെ ആലോചനയാണ് പ്രധാനം. മനുഷ്യൻ അഭിപ്രായം പറയും, ദൈവം നമ്മോട് ആലോചന പറയും. ദൈവത്തിന്റെ ആലോചന ശാശ്വതമാണ്, നിലനിൽക്കുന്നതാണ്. സ്തോത്രം. വേദപുസ്തകം പഠിച്ചാൽ 105-ാം സങ്കീർത്തനത്തിൽ അതേ യോസഫിനെ കുറിച്ച് അവന്റെ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനെ വിറ്റ് കളഞ്ഞതാണ്. സ്തോത്രം. അത് മനുഷ്യന്റെ അഭിപ്രായമാണ്. എന്നാൽ അവിടെ തന്നെ ദൈവം പറയുന്നു, അവനെ നിങ്ങൾ വിറ്റ് കളഞ്ഞതല്ല, ഞാൻ അവനെ നിങ്ങൾക്കും നിങ്ങളുടെ പിതാവിനും അതേ ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്കായി അവനെ നിങ്ങൾക്ക് മുൻപിൽ അയച്ചതാണ്. സ്തോത്രം. വിറ്റുകളഞ്ഞതാണെന്ന് സഹോദരന്മാർ അഭിപ്രായപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, വിറ്റതല്ല, ഞാൻ അവനെ അയച്ചതാണ്. സ്തോത്രം. നോക്കുക, ബർബരന്മാർ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, അവൻ കൊലപാതകനാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ വിടുന്നില്ല, അവൻ കൊലപാതകനാണെന്ന് പറഞ്ഞു. അത് ബർബരന്മാരുടെ അഭിപ്രായമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം പൗലോസിനെ കുറിച്ച് അതേ അഭിപ്രായമല്ല പറഞ്ഞത്, അവൻ എന്റെ അഭിഷിക്തനാണ് എന്നാണ് പറഞ്ഞത്. സ്തോത്രം. നോക്കുക, യായിറോസിന്റെ വീട്ടിലേക്ക് യേശു വരുമ്പോൾ അതേ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് പറയുന്നു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. അത് മനുഷ്യന്റെ അഭിപ്രായമാണ്. യേശു പറഞ്ഞു, ആ ബാല മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുകയാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ മനുഷ്യൻ പറയുന്ന അഭിപ്രായത്തിന്റെ പുറകെ പോകാതെ, മെഡിക്കൽ സയൻസ് പറയുന്ന അഭിപ്രായത്തിന്റെ പുറകെ പോകാതെ, നിങ്ങൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശ്രദ്ധ വെക്കുക. നിങ്ങൾ ദൈവത്തിന്റെ ആലോചനയെ ശ്രമിക്കുക. നോക്കുക, നിരവധി യുദ്ധങ്ങൾ ചെയ്ത മനുഷ്യനാണ് യോശുവ. ഒറ്റ യുദ്ധത്തിൽ പോലും തോറ്റുപോയിട്ടില്ല. എന്നാൽ തോൽവി അറിഞ്ഞൊരു യുദ്ധമുണ്ടായി. അത് ഹായ് പട്ടണത്തിന് നേരെയാണ്. എന്താണ് തോക്കാൻ കാരണം? യെരിഹോവിൽ ജയിച്ചു നിൽക്കുന്ന യോശുവ അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ മനുഷ്യന്റെ അഭിപ്രായത്തിന് ചെവി കൊടുത്തു. തന്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു, ഇവിടെ ഹായി പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ ഒരു 2000 പേര് പോയാൽ മതി, അല്ലെങ്കിൽ 3000 പേര് പോയാൽ മതി, ചെറിയ സ്ഥലമാണ്. അവിടെ ദൈവത്തോട് ഇതുവരെ ആലോചന ചോദിച്ചു വന്ന യോശുവ ഇവിടെ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, പകരം കൂടെ നിന്നവരുടെ അഭിപ്രായത്തിന് വില കൊടുത്തു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ തോക്കുന്നതാണ് കണ്ടത്.
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ തോറ്റിട്ടില്ലാത്ത യോശുവ തോക്കാൻ കാരണം മനുഷ്യന്റെ അഭിപ്രായത്തിന് വില കൊടുത്തതാണ്. ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിങ്ങൾ ആരൊക്കെയോ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ട്, ചില അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് നിങ്ങൾ നിരാശപ്പെട്ടും വേദനിക്കപ്പെട്ടും ചൂരച്ചെടിയുടെ ചോട്ടിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അതിനോട് വിട പറയുക. പകരം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനകൾക്ക് നിങ്ങൾ വില കൊടുക്കുക. ദൈവത്തിന്റെ ആലോചനയെ മാത്രം ശ്രദ്ധിക്കുക. അവൻ നിങ്ങളെ അതിലെത്തിക്കും. അവൻ നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കാൻ വിശ്വസ്തനാണ്. ഈ വചനത്താൽ നിങ്ങൾ ധൈര്യപ്പെടുക. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.